കുടുംബ കാഴ്ചകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ കടത്തുകാരൻ എന്താ വരാത്തെ? ഓ, ഒന്നും മിണ്ടാതിരിക്കാൻ പറ മമ്മി. നീ പറഞ്ഞോടി. പപ്പയ്ക്ക് ഇത് എന്തിന്റെ കേടാ? പിന്നെ അക്കരെയുള്ള കടത്തുകാരനെ ഇങ്ങനെ കൈകാട്ടി വിളിച്ചാ വരുവോ? അയാളിങ്ങ് വരും, നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കണ്ട. നീ മിണ്ടരുത്. നിന്റെ ഈ അണിഞ്ഞൊരങ്ങൽ കൊണ്ടാ ഇത്രയും വൈകിയത്. മോളെ, മമ്മിക്ക് ഈ സാരി ചേരുന്നുണ്ടോ? ഒരു 10 വട്ടം ചോദിച്ചതല്ലേ മമ്മി ഇതേ ചോദ്യം? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവളുടെ ഈ ഫാഷൻ ഭ്രമം ഇല്ലാതാക്കിയ ഒരു വെള്ളി കുരിശ് തന്നേക്കാമേ. കുരിശ് കുറയായി. ഈ കമ്മലിന് ഈ സാരി നന്നായി ചേരുന്നില്ലേ മോളെ? ദേ മമ്മി, ഞാൻ തിരിച്ചു പോവേ, പറഞ്ഞേക്കാം. വരുന്നുണ്ട്. സങ്കടം അതല്ല, കുത്തുന്നത് കഴുക്കോലാണെങ്കിലും കപ്പലൊട്ടുകയെന്ന് അവന്റെ ഭാവം. ആ ബെന്നി കാത്തിരുന്ന് പോയി കാണുവെന്തോ. പോട്ടെ അയാള്. പോട്ടേന്ന്? എന്തു പോട്ടേന്ന്? എനിക്ക് പെണ്ണന്വേഷിച്ചല്ല പോകുന്നത്, നിനക്ക് ചെക്കനെ തേടിയാ പോകുന്നത്. 39ാമത്തെ പയ്യനെ കാണാൻ പോകുന്നത്. 300 ആയാലും പയ്യനെ എല്ലാം കൊണ്ടും എനിക്ക് ബോധ്യപ്പെടണം, എന്നാലേ കെട്ടിക്കൂ. മോളെ ഷാരോണേ, ഒരു കാര്യം ചെയ്താലോ? ഞാൻ പോയി സാരി മാറിയിട്ട് വരാം. പപ്പ പോട്ടെ, നമുക്ക് അടുത്ത കടത്തിന് പോവാം. ബെസ്റ്റ്. ഓ എന്റെ പൊന്നാലീസേ, നീ എന്നെ കൊണ്ട് കുമ്പസാരിപ്പിക്കരുത്. എന്താ ലോറൻസേ, ചെക്കനെ കാണാൻ 3 ആളും കൂടിയാണോ പോകുന്നത്? അയ്യോ അല്ല, അവര് ടൗണിൽ ഷോപ്പിങ്ങിന് പോവാ മാധവ. ലോറൻസ് ചേട്ടനെ കാത്ത് ബ്രോക്കർ പിന്നെ അക്കരെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. എന്റെ ഈശോയെ, എൻ്റെ ലോറൻസേ, താൻ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പെൺകുട്ടികളെ കിട്ടാതെ ആമ്പിള്ളേർ നാട്ടിൽ നെട്ടോട്ട് ഓടുക. താനൊന്ന് മൂളിയാൽ മതി, ചെക്കന്മാരെ തൻ്റെ വീട്ടിലെത്തും. അതൊക്കെ നേരായിരിക്കും. എന്നാലും എന്റെ മകളെ കെട്ടുന്ന ചെക്കന്റെ ഗുണഗണങ്ങൾ ഞാൻ തന്നെ കണ്ടെത്തണം. അത് എൻ്റെ ഒരു വാശിയാണ്. എനിക്ക് തീ കൊടുത്താൽ ഇപ്പം പൊട്ടും. ആ ബെന്നി, ഞാൻ താമസിച്ചില്ലല്ലോ. ദേ ലോറൻസ് ചേട്ടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ 3 മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുന്നു. അല്ല പിന്നെ അതൊക്കെ കൈവിടും. വാ മോളെ. ആ നിങ്ങൾ പോയിക്കോ, തിരിച്ചു വരുമ്പോൾ ഞാൻ വിളിക്കാം. ആലീസേ, സാരി 1 മതി, അല്ലെങ്കിൽ 2. ആ 1 മതി, കൂടിയൊരു 0. ആ ബെന്നി വാ. എങ്ങോട്ട്? പതിവ് തെറ്റിക്കണ്ടെന്നേ. ആദ്യം ചായ, പിന്നെ ചെക്കൻ്റെ വീട്ടിലേക്ക്. ആ മൊയ്തീനിക്ക, കഴിക്കാൻ എന്താളേ? ഒരു ട്രൗസറും നമ്മൾ ഈ ഇട്ട ബനിയാണ്. തിന്നാ എന്താ ഉള്ളതെന്നാ ചോദിച്ചേ. അത് ഈ ഇപ്പല്ലട ചോദിച്ചേ. ആക്കെ പോട്ടെ, അനക്കിപ്പോ എന്താ വേണ്ടി? മൊയ്തീക്ക, 2 ചായ, 1 വിത്തൗട്ട് കട്ടൻ. അപ്പൊ അതോ ഓക്കെ. ബെന്നി, ആ പയ്യന്റെ വീട് എവിടെയാ? വീട് എനിക്കറിയില്ല, ആ പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. അവന്റെ ഒരു അമ്മാവനാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. സംഗതി കുഴപ്പമില്ലെന്നാണ് പറയുന്നത് കേട്ടത്. പിന്നെ നമുക്ക് അന്വേഷിക്കണം. എന്താ കാര്യം? അത് ഞങ്ങളുടെ ഒരു കാര്യാണേ. സ്വകാര്യ എങ്കിൽ ചാക്കടയിലിരുന്ന് പറയരുത്. അരമന ഇറച്ചി അങ്ങാടി പാട്ടാവും. ബെന്നി, മൊയ്തീനോട് ചോദിക്കേ, ചിലപ്പോ അറിയുമെങ്കിലോ.
നിങ്ങൾ ചോദിച്ചോളീ ലോറൻസേ, മൊയ്തീൻ അറിഞ്ഞുകൂടാത്ത ഒരു പടപ്പ് ഈ ദുനിയാവിലില്ല. ദേവസ്യ എന്നാ പുള്ളിയുടെ പേര്. ഉം. കുറെ വർഷങ്ങളായിട്ട് കുടുംബം ഗൾഫിലാ. ഉം. ദേവസ്യക്ക് ഒരു മോനുണ്ട്. ഉം. മൊയ്തീനക്ക് അവരെ അറിയൂ? അപ്പൊ കല്യാണാലോചനയാണ്. ഞാൻ ഊഹിച്ചു. ആ പെണ്ണെ ഒന്ന് കെട്ടിച്ചു വിടണ്ട ലോറൻസേ. അങ്ങനെ കണ്ടവർക്ക് കെട്ടിച്ചു കൊടുക്കാനുള്ളതല്ല എൻ്റെ മോള്. അവളെ BSc നേഴ്സാ. ആ ദാ മൊയ്തീനിക്ക, നിങ്ങളെ ചായന്റെ പൈസ പിടി. ബെന്നി വാ പോവാ. എന്തിനാ മൊയ്തിക്ക വെറുതെ? മോനെ, അന്വേഷിച്ചിട്ടാ പോലും വന്ന് ഒന്ന് പോയി നോക്ക്. ഞാൻ നവീൻ. നിങ്ങൾ അന്വേഷിക്കുന്ന ദേവസ്യയുടെ മകനാണ്. തേടിയ വള്ളി കാലി ചുറ്റി. ഞങ്ങൾ നിന്റെ വീട്ടിലേക്കായിരുന്നു. ഞാൻ നേരത്തെ ചായക്കടയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയൊക്കെ അങ്ങ് വിദേശത്താ. കല്യാണം ശരിയാവുകയാണെങ്കിൽ അവളെയും കൂടെ അങ്ങ് വിദേശത്ത് കൊണ്ടുപോകാനാ ആഗ്രഹം. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. നേഴ്സുമാർക്കൊക്കെ അങ്ങ് വിദേശത്ത് നല്ല ചാൻസ് അല്ലേ? ഒരു ദിവസം നീ വീട്ടിലോട്ട് വാ. ഡേറ്റ് ഞാൻ അറിയിക്കാം. ശരി. ശരി. ഇത് നമുക്ക് അങ്ങ് ഉറപ്പിക്കാം. ഏറ്റവും നല്ല ആലോചനയല്ലേ? മോളുടെ ലൈഫ് അങ്ങോട്ട് മാറാൻ പോവാ. അത് ശരിയാവില്ല പിന്നെ. നമുക്ക് വേറെ നോക്കാം. എന്ത് പറ്റി ബെന്നി? ലോറൻസിന് ഇതും ശരിയായില്ലല്ലേ? ബെന്നി, ഷാരോണിന്റെ ഇപ്പോഴത്തെ വരുമാനം എത്രയാണെന്നറിയോ? 40,000 രൂപ. ആ വരുമാനം ലോറൻസ് വേണ്ടെന്ന് വെക്കണമെങ്കിൽ ഇച്ചിരി വിഷമമാണ്. അതുകൊണ്ട് നീ എത്ര നല്ല ആലോചന കൊണ്ടുവന്നാലും അവളെ അയാൾ കെട്ടിക്കില്ല. കടന്നുപോയ ദിവസം ഒരു കുടുംബനാഥയും തൻ്റെ മകനുമായി എന്നെ കാണാനെത്തി. എനിക്ക് പരിചയമുള്ള കുടുംബനാഥയാണ്. നേരത്തെ ഞാൻ സേവനം ചെയ്ത ഇടവകയിൽ നിന്നുള്ള അംഗമാണ്. മകനുമായി എത്തിയത് വിവാഹത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനാണ്. രണ്ടുപേരും എൻ്റെ മുൻപിലിരുന്നു. ഈ കുടുംബനാഥ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി. മക്കളിൽ രണ്ടാമനാണ് ഇവൻ. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു, ഇളയ മകളുടെ കല്യാണവും കഴിഞ്ഞു. ഈ യുവാവിൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞതാണ്. പക്ഷേ അത് ആകെ പ്രശ്നത്തിലായി. ഇപ്പോൾ സഭാപരമായും സിവിൽ പരമായും വിവാഹമോചനം ലഭിച്ചെങ്കിലും രണ്ടാമത്തെ കല്യാണത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്നെ കണ്ട് സംസാരിക്കാനായി എത്തിയതാണ്. സാവധാനം ഇവരാഗ്രഹിക്കുന്ന വിഷയത്തിലേക്ക് വന്നു തുടങ്ങി. ഈ യുവാവിൻ്റെ ആദ്യത്തെ വിവാഹം പരാജയപ്പെട്ടതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ വെളിച്ചത്തിൽ എന്നോട് ഈ കുടുംബനാഥ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: അച്ഛാ, വിവാഹത്തോട് ബന്ധപ്പെട്ട ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ അറിയാൻ എളുപ്പമാണ്. പലരോടും ചോദിക്കാം, പലരിൽ നിന്നും വിവരങ്ങൾ ലഭിക്കും. പക്ഷേ എൻ്റെ മകനോ മകളോ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ആ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം എവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? എന്നോട് ആ സ്ത്രീ ചോദിച്ചു, സ്വന്തം മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ തൻ്റെ മകൻ്റെ മകളുടെ സ്വഭാവം മോശമാണെന്ന് ആരെങ്കിലും പറയുമോ? ശരിയാണ്, പറയുകയില്ല. അയൽപക്കക്കാരോട് ചോദിച്ചാൽ ഈ യുവാവിൻ്റെ യുവതിയുടെ സ്വഭാവം കൃത്യമായി അറിയാൻ പറ്റുമോ?
ചില സൂചനകൾ ലഭിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ സ്വഭാവം കൃത്യമായിട്ട് അറിയാൻ എളുപ്പമല്ല. രണ്ടാമത്, ഈ സ്ത്രീ ചോദിച്ച ചോദ്യം, എൻ്റെ മകനോ മകളോ ഒരാളെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ആ ആളെക്കുറിച്ചും ആ ആളിൻ്റെ കുടുംബത്തോടും ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിയേണ്ടത് ആരിൽ നിന്ന്? ഈ രണ്ട് ചോദ്യങ്ങളും തീർച്ചയായും പ്രസക്തമായ, കാലികമായി പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ആ ചോദ്യം ഇതായിരുന്നു: വിവാഹിതയാകാൻ പോകുന്ന ഒരു വ്യക്തിയുടെ, ഒരു യുവാവിൻ്റെ അല്ലെങ്കിൽ ഒരു യുവതിയുടെ സ്വഭാവം എങ്ങനെ ആരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും? സാധാരണ ഒരു വ്യക്തിയുടെ സ്വഭാവം പ്രകടമാകുന്നത്, ഞാൻ പറയും, ആ വ്യക്തി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഇടങ്ങളിലാണ്. ആ വ്യക്തി കൂടുതലായി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന അല്ലെങ്കിൽ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന രംഗങ്ങളിലാണ് ആ വ്യക്തിയുടെ സ്വഭാവം പ്രകടമാകുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരു വിവാഹത്തിനായി യുവാവിനെക്കുറിച്ച്, യുവതിയെക്കുറിച്ച്, ആ ആളിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഞാൻ പറയും, ഈ ആൾ ഹൈസ്കൂളിൽ പഠിച്ചത് എവിടെയാണോ അവിടെ തൊട്ട് ഏതാണ്ട് സ്വഭാവം പ്രകടമായി തുടങ്ങുന്നു. ഹൈസ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടാവും ഈ വ്യക്തിയെ. ഒരുപക്ഷെ ഹെഡ് മാസ്റ്റർ എല്ലാവരെയും ഓർത്തിരിക്കണമെന്നില്ല, ഹെഡ് മിസ്സസ് എല്ലാവരെയും ഓർത്തിരിക്കണമെന്നില്ല. പക്ഷേ ഹൈസ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരിൽ ആരെങ്കിലും, ക്ലാസ് ടീച്ചറോ ഒക്കെ ഓർത്തിരിക്കാം. ഹയർ സെക്കൻഡറിക്ക് പഠിപ്പിച്ച അധ്യാപകർ, പ്രിൻസിപ്പൾ ഓർത്തിരിക്കാം. കോളേജിൽ പഠിച്ചപ്പോൾ, എൻജിനീയറിങ്ങിന് പഠിച്ചപ്പോൾ, മറ്റ് സാങ്കേതിക വിദ്യാഭ്യാസം നടത്തിയപ്പോൾ അവിടെ ഈ വ്യക്തിയുമായി ഇടപഴകിയ വ്യക്തിക്ക് തീർച്ചയായും ഇയാളിൻ്റെ സ്വഭാവത്തിൻ്റെ ചില സൂചനകൾ നൽകാൻ പറ്റും. നഴ്സിംഗ് വിദ്യാഭ്യാസമൊക്കെ നടത്തുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള ആ നഴ്സിംഗ് കോളേജിൽ ഇയാളെ പഠിപ്പിച്ച അധ്യാപകർക്ക് തീർച്ചയായും ഇയാളിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകാൻ പറ്റും. ഹോസ്റ്റൽ വാർഡൻ, ചില ചോദിക്കും, സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ലേ? സാധാരണ നമുക്കറിയാം, യൗവനത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന പ്രകടമായ പല സ്വഭാവ വൈശിഷ്ട്യങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും പിന്നാലെയും ഇയാളുടെ കൂടെ കാണും. അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പാടില്ലായികയില്ല, മാറ്റം സംഭവിക്കാം. ഇനി ഏറ്റവും കൂടുതൽ സ്വഭാവം പ്രകടമാകുന്ന സ്ഥലം ഏതാണ്? ഈ യുവാവോ യുവതിയോ ജോലിയുള്ള ആളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ആളിൻ്റെ സ്വഭാവം പ്രകടമാകുന്ന സ്ഥലം ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഏറ്റവും അവസാനമായി ഇയാളുടെ സ്വഭാവം എന്താണെന്നറിയാൻ എവിടെ ചോദിക്കണമെന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നുമില്ല, ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഇയാളിപ്പോൾ ജോലി ചെയ്യുന്ന, ഏറ്റവും അവസാനം ജോലി ചെയ്ത സ്ഥലം എവിടെയാണോ ആ സ്ഥാപനത്തിലെ അധികാരികളോട്, മേലധികാരികളോട്, സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിനോട് ചോദിച്ചാൽ കൃത്യം പറയും. ഇയാൾ സത്യസന്ധനാണോ, ആത്മാർത്ഥതയുള്ള ആളാണോ, സഹകരണ മനോഭാവമുള്ള ആളാണോ, ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ചെയ്യുന്ന ആളാണോ, വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ, ബന്ധങ്ങൾ നന്നായി പുലർത്തി പോകുന്ന ആളാണോ. അയൽവക്കത്ത് ചോദിച്ചാൽ ഈ കൊച്ചിൻ്റെ, ഈ ചെറുക്കൻ്റെ സ്വഭാവം എന്നാ അറിയാൻ പറ്റും? അവർ പറയും കുഴപ്പമില്ല. ആരോട് ചോദിച്ചാലും പറയുന്ന ഉത്തരം എന്നാ? കുഴപ്പമില്ല. ഇത് കേട്ടാൽ എന്നാ മനസ്സിലാവും? പറഞ്ഞ ആളെന്താ ഉദ്ദേശിച്ചത്? ഈ കേൾക്കുന്നയാൾ എന്താ മനസ്സിലാക്കുന്നത്? ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഇടങ്ങളിൽ, ആ ഇടങ്ങളിലെ സഹപ്രവർത്തകരെന്നതിനേക്കാൾ കൂടുതൽ മേലധികാരികളായിട്ടുള്ള ആളുകൾ ചില സൂചനകൾ തരാം.
ഇനി നമ്മൾ ചോദിക്കുന്ന എല്ലാവരും കൃത്യമായ വിവരണങ്ങൾ അറിയിപ്പ് തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാവരിൽ നിന്നും അറിവ് കൃത്യമായി കിട്ടണമെന്നില്ല. 10 പേരോട് ചോദിച്ചാൽ ചിലർ തരും, ചിലർ കൃത്യമായ അറിവ് തരും, ചിലർ കൃത്യമായ അറിവ് തരണമെന്നില്ല. മലയാളികളുടെ ഒരു പ്രത്യേകത തെന്നി മാറുമെന്നാണ്. ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് തെന്നി മാറും. ഇനി നല്ലതായ ആളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കുഴപ്പമില്ല, മുന്നോട്ട് പോകാം എന്ന് അവർ പറയുകയും ചെയ്യും. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം പ്രകടമാകുന്നത് ആ വ്യക്തി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഇടമാണ്, കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥലമാണ്. അവിടെ തീർച്ചയായിട്ടും നമുക്ക് ചില സൂചനകൾ കിട്ടുക തന്നെ ചെയ്യും. രണ്ടാമതായിട്ട് എന്നോട് ചോദിച്ച ചോദ്യം, ഈ വിവരങ്ങളൊക്കെ അറിയാൻ ആരോടാണ് കൃത്യമായിട്ട് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സ്വഭാവത്തെ സംബന്ധിച്ചല്ല, ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, ആരോടാണ് ചോദിക്കേണ്ടത്? ഒരു വിവാഹാലോചനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം ചുറ്റുപാടുകളൊക്കെ അന്വേഷിച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത്. ഈ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ച് നിങ്ങൾ ഈ കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്നാത്തിനാണ് ചുറ്റുവട്ടം നടക്കുന്നത്? ചില ആളുകളുണ്ട് ഈ വിവാഹത്തോട് ബന്ധപ്പെട്ട ആളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വിവാഹാർത്ഥിയെക്കുറിച്ച് അറിയാൻ വേണ്ടി അയൽപക്കങ്ങളെല്ലാം ചോദിക്കും, നാട് നീളെ ചോദിക്കും. പക്ഷെ ചോദിക്കേണ്ടവരോട് ചോദിക്കില്ല. ആരോടാ ചോദിക്കേണ്ടത്? വിവാഹം ആലോചിക്കാൻ പോകുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണ് ഈ ബന്ധുക്കാരാകാൻ പോകുന്ന ആളുകളെങ്കിൽ അവരോട് ചോദിച്ചാൽ പോരെ. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു കാര്യം അറിയാനുണ്ട്, നിനക്ക് തീർച്ചയായും നിന്നെക്കുറിച്ച് അറിയാം, നീ വിശ്വാസ്യനായ ആളാണ് ഞാൻ ധരിക്കുന്നെങ്കിൽ തീർച്ചയായും നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുന്നു. അതുകൊണ്ട് ഒരു വിവാഹാർത്ഥിയെക്കുറിച്ച് ആദ്യം നമ്മൾ കാര്യങ്ങൾ ചോദിക്കേണ്ടത് ആ വിവാഹാർത്ഥിയോടാണ്, വിവാഹാർത്ഥിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മാതാപിതാക്കളോട് തന്നെയാണ്. ഇനി ഇങ്ങനെ കാര്യങ്ങൾ അവർ നേരിട്ട് പറയാൻ വൈമനസ്യം കാണിക്കുന്ന കാര്യങ്ങൾ, ഇവർ പറഞ്ഞപ്പോൾ സംശയം നമുക്കുളവാകുന്ന കാര്യങ്ങൾ തീർച്ചയായും മറ്റുള്ളവരോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോഴും വിശ്വാസ്യരായ ആളുകളോട് ചോദിക്കണം. നമുക്ക് വിവാഹത്തോട് ബന്ധപ്പെട്ട ആലോചന നടത്തുമ്പോൾ ആര് ഈ അറിവ് തരുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. വിശ്വാസ്യരായ ആളുകളാണോ? ആരെങ്കിലും എന്തെങ്കിലും ഒരറിവ് ഈ വിവാഹാർത്ഥിയെക്കുറിച്ച് നൽകിയിട്ട് കാര്യമില്ല, അത് സത്യസന്ധമാകണമെന്നില്ല. അതുകൊണ്ട് വിശ്വാസ്യരായ ആളുകളാണോ, കാര്യഗൗരവമുള്ള ആളുകളാണോ, ഒരു കാര്യം കേട്ടിട്ട് കൃത്യമായി അത് നമ്മെ ധരിപ്പിക്കാൻ, ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് കൃത്യമായി ആ കാര്യം നമ്മെ ധരിപ്പിക്കാൻ ആ കഴിവുള്ള ആളാണോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. സത്യസന്ധതയുള്ള ആളാണോ, കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് കഴിവുള്ള ആളാണോ, ഒന്ന് കേട്ടിട്ട് അത് തന്നെ കൃത്യമായിട്ട് നമ്മെ ധരിപ്പിക്കാൻ പറ്റുന്ന ആളുകളാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വിവരങ്ങൾ കൃത്യമായി അറിയാൻ നാം ചോദിക്കേണ്ടത് അവരോട് തന്നെയാണ്. ഇതിനൊരു വഴിയുണ്ട്. എൻ്റെ മകളെ ഞാൻ കെട്ടിക്കാൻ പോകുമ്പോൾ എൻ്റെ മകളെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും മറ്റേ കൂട്ടർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ തീർച്ചയായും അവരെക്കുറിച്ച്, ആ യുവാവിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരിങ്ങോട്ടും പറയും. നമ്മൾ വായടച്ചിരിക്കുമ്പോഴാണ് അവർക്കൊന്നും പറയാനില്ലാതെ പോകുന്നത്. അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ അങ്ങേ വശം അവർ നമുക്കറിയേണ്ടുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് ഉറപ്പായ കാര്യമാണ്. ഈ കുടുംബനാഥയും മകനും മകൻ്റെ 2ാം വിവാഹത്തോട് ബന്ധപ്പെട്ടാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കുടുംബനാഥയുടെ വായിൽ നിന്ന് എനിക്ക് ഇപ്രകാരം കേൾക്കാൻ പറ്റി, എങ്ങനെയല്ലോ ഇനി ഒരു കല്യാണം നടന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇനി അധികം ഒന്നും അന്വേഷണത്തിന് പോകുന്നില്ല, ഇവന് 2ാം കല്യാണമാണ് നടക്കാൻ പോണത്, അതുകൊണ്ട് എവിടെ നിന്നേലും ഒരു പെണ്ണിനെ ഒത്തു കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിലാണ്. ഞാൻ പറയും അത് കുരുക്കിലേക്ക് ഉണ്ടാക്കത്തേ ഉള്ളൂ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം ഉണ്ടല്ലോ, കണ്ണുവാട്ടം കാണിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്ക് ഏതോ ഒക്കെ കുറവുകളുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വലിയ അന്വേഷണത്തിനൊന്നും പോകണ്ട, ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി, ഒരു ചെറുക്കനെ കിട്ടിയാൽ മതി, എങ്ങനെയാലും 2ാമതൊരു കല്യാണം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഊരാക്കുടുക്കി ചെന്ന് വീഴും. നമുക്കുള്ള കുറവുകൾ തീർച്ചയായിട്ടും പറയണം,
പക്ഷേ അതിൻ്റെ പേരിൽ അങ്ങേ ഭാഗത്തുള്ള വ്യക്തിക്ക് ഉള്ള ഗുണദോഷങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ പോയാൽ അത് അപകടങ്ങളിലേക്ക് ചെന്ന് വീഴുക തന്നെ ചെയ്യും. ഇനി രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഇയാൾ വിവാഹം കഴിക്കുന്നത് മറ്റൊരു വിവാഹം കഴിഞ്ഞിട്ട് അടുത്ത വിവാഹത്തിലേക്ക് വരുന്ന ആളെയാണെങ്കിൽ ആ ആളിൻ്റെ ആദ്യ വിവാഹത്തിൻ്റെ സിവിൽ പരമായും സഭാപരമായുമുള്ള വിധി പകർപ്പ് വാങ്ങിച്ച് നോക്കണം. ഏത് കാരണത്താലാണ് ഈ ആദ്യ വിവാഹമോചനത്തിലേക്ക് എത്തിയത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാനിടയാവണം. അങ്ങനെ അല്ലാതെ രണ്ടാം വിവാഹത്തിലേക്ക് പോകുന്നവരുണ്ട്. ആ ആളിനുള്ള സഭാപരമായ സിവിൽപരമായ വിടുതൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിലേർപ്പെടും. പക്ഷേ ഏത് കാരണത്താലാണ് ആദ്യത്തെ വിവാഹം ഈ വിടുതലിലേക്ക് വന്നത് എന്നത് തീർച്ചയായിട്ടും അറിയാനായിട്ട് ഇടയാകണം. സഭാപരമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ സഭാപരമായ വിധി നൽകുന്ന ആൾ തീർച്ചയായും ആ ജഡ്ജി തീർച്ചയായും ഭാവി വിവാഹം ഇനി അടുത്ത വിവാഹം നടത്തുമ്പോൾ ഇയാൾ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് വിധിപ്പകർപ്പ് കൃത്യമായി ചോദിച്ചു വാങ്ങണം. രണ്ടിൻ്റെയും സിവിലിൻ്റെയും സഭാപരമായ വിധിപ്പകർപ്പ് വാങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമേ മറ്റേ ആളിൻ്റേത് രണ്ടാം കല്യാണങ്ങളാണെങ്കിൽ അതിലേക്ക് പോകാവൂ. ഇനിയും ഇവിടെ ആ ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? ഇദ്ദേഹം രണ്ടാം കല്യാണത്തിലേക്ക് പോകുമ്പോൾ സിവിൽപരമായ സഭാപരമായിട്ടുള്ള വിടുതൽ കിട്ടിയതിൻ്റെ ആ പകർപ്പ് ഈ പെൺകൂട്ടരെ കാണിക്കാനായിട്ട് പറ്റണം. അവർ ചോദിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റവർ അത് നൽകാനായിട്ട് ഇടയായിത്തീരും. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യതയുണ്ടാവണം. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം എങ്ങനെ മനസ്സിലാകും, രണ്ടാമത് ഈ വിവാഹാർത്ഥിയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാൻ, കൃത്യമായ അറിവ് ലഭിക്കാൻ ആരോടാണ് ആദ്യം ചോദിക്കേണ്ടത്? ഞാൻ പറഞ്ഞുവല്ലോ, ആ ആളിനോട് തന്നെ ചോദിക്കണം. ആളുടെ മാതാപിതാക്കളോട്, ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിക്കണം. അവിടെ നിന്ന് കിട്ടാത്ത കാര്യങ്ങളാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന വിശ്വാസ്യരായ ആളുകളിൽ നിന്ന് ശേഖരിക്കേണ്ടത്. തീർച്ചയായും ഇങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് ഭാവി വിവാഹ ജീവിതത്തെക്കുറിച്ച്, മക്കളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഖേദിക്കേണ്ടി വരികയില്ല. അങ്ങനെ നന്നായിട്ട് ശ്രദ്ധിച്ച് വിവാഹാലോചനകൾ നടത്തിയിട്ടുള്ള ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട്. അവരുടെ വാക്കുകളൊക്കെ നമുക്ക് എപ്പോഴും മാർഗദീപമാണ്. അത്തരത്തിലുള്ള വാക്കുകളിലേക്ക് നമുക്ക് പോകാം, ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവട്ടെ. ഞാൻ വിജോ വിൽസൺ, തൃശ്ശൂർ അതിരൂപതയിലെ ഒളരിക്കര ഇടവകാംഗമാണ്. ഞാൻ ടെലികോം എഞ്ചിനീയറാണ്, പെരുമ്പാവൂർ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ഭാര്യ സിനി. എൻ്റെ വീട്ടിൽ ഡാഡി, മമ്മി, അനിയൻ, അനിയത്തിയാണ്. ഇതാണ് ഞാൻ എൻ്റെ കുടുംബം. അനിയനും ഫാമിലിയായിട്ട് മാരേജ് കഴിഞ്ഞു. അവരുടെ ഫാമിലിയായിട്ട് അവർ ഖത്തറിൽ സെറ്റിൽഡാണ്. അതുപോലെ തന്നെ അനിയത്തി, അവരും ഇതുപോലെ തന്നെ മാരേജ് കഴിഞ്ഞ് സെറ്റിൽഡ് UAE-യിലാണ്. ഇപ്പോൾ ഡാഡിയും മമ്മിയുടെയും കൂടെയുള്ളത് ഞങ്ങളാണ്. പിന്നെ ഞങ്ങൾ GCS യൂത്തിലൊക്കെ, ചെറുപ്പത്തിലൊക്കെ GCS യൂത്തിലൊക്കെ വളരെയധികം ആക്റ്റീവായിട്ടൊക്കെ കൂടുതൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ലോഫ് എന്ന സംഘടനയിൽ കൂടുതൽ പ്രവർത്തിച്ചു വരികയാണ്. വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് വെൽ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതിൽ ഞങ്ങളുടെ ബന്ധുക്കളും റിലേറ്റീവ്സൊക്കെ, സുഹൃത്തുക്കളും എല്ലാവരും കൂടിയിട്ടുള്ളൊരു ആലോചനയുടെ ഇതിലാണ് ഞങ്ങളുടെ കല്യാണമൊക്കെ വന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചു. ആ സമയത്തൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഈ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ പരസ്പരം ഇപ്പോഴാണ് വാട്സാപ്പൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഫോൺ ചെയ്യുന്ന ഒരു അവസരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസരങ്ങളിലെല്ലാം ഞങ്ങൾ ഒരുമിച്ച് കൊന്ത ചെല്ലുന്ന അവസരങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഞാൻ ആ കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്തായിരുന്നു. ആ സമയത്ത് എൻ്റെ വൈകുന്നേരത്തെ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ ഫോൺ ചെയ്ത് സിനിയും കൂടി ജോയിൻ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് കൊന്ത ചെല്ലുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ഒരു ഞങ്ങൾ രണ്ടുപേരിൽ ഞങ്ങൾക്ക് കോമണായി കണ്ടുമുട്ടിയ ആദ്യത്തെ കാര്യം പ്രാർത്ഥനയും ദൈവഭക്തിയൊക്കെ ആയിരുന്നു.
ഞങ്ങൾ ആദ്യമേ തന്നെ കണ്ടുമുട്ടിയ ഒരു കാര്യം. പിന്നെ ഞങ്ങൾ പരസ്പരം പല തീരുമാനങ്ങളും എടുക്കാനൊക്കെ സാധിച്ചു. എന്തെങ്കിലും പല അഭിപ്രായ വ്യത്യാസങ്ങളോ പിണക്കങ്ങളോ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അത് അധികം സമയം വൈകാതെ അന്നത്തെ ദിവസം തന്നെ അത് അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനങ്ങളിൽ എന്തെങ്കിലും പിണക്കങ്ങളുണ്ടെങ്കിൽ അത് അപ്പം തന്നെ തീർക്കണം എന്നുള്ള ഒരു തീരുമാനം അന്ന് അങ്ങനൊരു പ്രതിജ്ഞ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റീക്കാന കോഴ്സിൻ്റെ സമയം നമുക്കൊരു 3 ദിവസം ഒരുമിച്ച് സംസാരിക്കാനും ഒരുമിച്ച് ക്ലാസ് കേൾക്കാനുമുള്ളൊരു അവസരമാണ്. ആ അവസരം ഇതുപോലെ തന്നെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിനും സംസാരിക്കുന്നതിനുമുള്ള നേരിട്ട് കാണുന്നതിനുള്ളൊരു അവസരമായിട്ട് നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ അവസരങ്ങളിലെല്ലാം കൂടുതൽ മനസ്സിലാക്കുന്നതിനും ഇപ്പോൾ ഒരു ക്ലാസ്, അതായത് നമുക്ക് നമ്മുടെ ഓരോ ക്ലാസ്സുകളെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള പരസ്പരം ഷെയറിങ് വരെ നമുക്ക് ചെയ്യാനും, അപ്പോൾ ഓരോരുത്തർ നമ്മുടെ ആ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ ഷെയർ ചെയ്യാനൊക്കെ അവസരങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ മനസ്സിലാക്കാനും പരസ്പരം മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു അവസരങ്ങളായിട്ട് ഞങ്ങളതിനെ കണ്ടിരുന്നു. വിവാഹശേഷവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കുന്നതിനും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനും ഉള്ള ഒരു മുന്നൊരുക്കമായിരുന്നു അന്ന് ഞങ്ങൾ ചെയ്തിരുന്നത്. ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുകയാണ്. അന്നൊക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ അത്രയും ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അത്രയും. കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഓരോരോ കൊച്ചു പിണക്കങ്ങളിലും വിഷമങ്ങളിലും സഹനങ്ങളിലും ആ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയൊരു ശക്തിയായി കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഞാൻ സിനി വിജോ. ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. വിവാഹത്തിന് മുൻപും ജീവിത പങ്കാളിയെ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എൻ്റെ വിവാഹ സമയത്തും ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ വീട്ടിൽ ഡാഡിയും മമ്മിയും ഒരു അനിയത്തിയാണുള്ളത്. ഞങ്ങൾ വിവാഹ സമയവും അല്ലെങ്കിൽ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും ഞാനും എൻ്റെ വീട്ടുകാരും പ്രാർത്ഥിക്കാറുണ്ട്. ഇതാണ് എനിക്ക് അല്ലെങ്കിൽ ഇതാണ് അനുയോജ്യമായത് എന്നുള്ളതാണെങ്കിൽ ദൈവമേ നീ അത് നടത്തി തരണേ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ നീ അത് ബ്ലോക്ക് ചെയ്ത് അത് മാറ്റി തരണേ എന്നുള്ളൊരു പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അങ്ങനെയാണ് ഞാൻ ഓരോ തീരുമാനവും മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. അത് ഞാൻ മറ്റുള്ളവർക്കും എന്തെങ്കിലും തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ട് എന്ന ഒരു അവസരത്തിൽ ഞാൻ അവരോടും പറയാറുണ്ട്. ദൈവത്തിനോട് നിങ്ങൾ ചോദിക്കുക, ഇതാണ് എനിക്ക് അനുയോജ്യമായത് എന്നെങ്കിൽ ദൈവം നടത്തി തരും, അല്ലെങ്കിൽ ദൈവം തന്നെ അത് ബ്ലോക്ക് ചെയ്ത് തരട്ടെ എന്ന് മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമാണ്. വിവാഹത്തിന് മുൻപായിട്ട് ഞങ്ങൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഫോൺ വഴിയായിട്ടൊക്കെ വളരെയധികം പ്രാർത്ഥിച്ച് ഒരുങ്ങി ഭാവിയിൽ നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് അത് വളരെ മുതൽക്കൂട്ടായി തീർന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അത് തന്നെ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഞങ്ങളുടെ അനിയത്തിമാർ വഴിയാണ് ഞങ്ങളുടെ വിവാഹം ഉണ്ടായത്. അപ്പോൾ തന്നെ നമ്മൾ രണ്ട് കുടുംബങ്ങളും തമ്മിൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും കൂടുതൽ വ്യക്തമായിട്ട് അറിയുവാനും സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചു ഒരുങ്ങാറുണ്ട് ഞങ്ങൾ ആ സമയത്തൊക്കെ. അത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ വിവാഹ സമയത്തും അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങളും വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ ഫോണിലൂടെ സംസാരിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങണം. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ നിങ്ങളുടെ ഭാവി ജീവിതത്തെ കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങൾ വിവാഹത്തിന് മുൻപ് പ്രാർത്ഥിച്ചൊരുങ്ങിയതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും ഞങ്ങളുടെ ജീവിതം പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൊണ്ടുപോകാനും ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളിലും ആ പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുവഴി തന്നെ ഞങ്ങളുടെ ജീവിതം നല്ല സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് രൂപപ്പെടുത്തിയ കുടുംബങ്ങളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. തിരുമുൻപിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹത്തോട് ബന്ധപ്പെട്ട അന്വേഷണ വഴികളെ അതിലേർപ്പെടുന്ന വ്യക്തികളെ ഒക്കെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കടന്നു വരുന്ന കാലത്ത് വിവാഹത്തിലേക്കും അതിൻ്റെ ആലോചനയിലേക്കും പോകുന്ന മക്കളെയും മാതാപിതാക്കളെയും തിരുമുൻപിൽ സമർപ്പിച്ച് വലിയ അനുഗ്രഹവും കൃപയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും തിരുഹൃദയത്തിൽ സമർപ്പിച്ച അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു.
തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.